ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ട് വന്നിട്ടുള്ളത്. അതായത് ഞങ്ങൾക്ക് ഇന്നലെ ഉസ്താദുമാരുടെ ചിലവായിരുന്നു. മദ്രസയിലെ ഉസ്താദുമാർക്ക് ചിലവ് കൊടുക്കുന്ന ദിവസമാണ്, അതായത് ഭക്ഷണം കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട്, ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ഫുഡ് പ്രിപ്പറേഷൻസും പിന്നെ ഒന്ന് ടൗണിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അതൊക്കെ കൂടി കാണിച്ചിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. കൂടുതലായിട്ടും ഭക്ഷണം ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഉസ്താദുമാർക്ക് എന്തൊക്കെ കൊടുത്തു, അല്ലെ നമ്മളെന്ത് കഴിച്ചു എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ രാവിലെ തന്നെ ഞാനുള്ള ചായ കുടിക്കുന്നുണ്ട്, ബിസ്ക്കറ്റും കൂട്ടിയിട്ട്. എനിക്ക് രാവിലെ മറ്റുള്ള ബേക്കറിനേക്കാളും ഇഷ്ടം ഗുഡ് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതും കൂട്ടി ചായ കുടിച്ചതാ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം. അപ്പോൾ ഇന്നലെ തന്നെ നമ്മളിന്ന് വെള്ളയപ്പാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള അരിയൊക്കെ ഇന്നലെ തന്നെ അരച്ച് പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് അത് നോക്കി, അത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. റൈസ് കുക്കറിലാണ് നമ്മൾ ഇറക്കി വെക്കുക. നന്നായിട്ട് തന്നെ പൊങ്ങി വരും. ചില ദിവസങ്ങളിൽ അത് പൊങ്ങി മറിഞ്ഞ് പാതി അരിയേ കിട്ടാറുള്ളൂ, അങ്ങനത്തെ ഒക്കെ സ്ഥിതി ആവാറുണ്ട്. ഇന്ന് പാകത്തിന് മേലെ വരെ പൊങ്ങി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഉണ്ടാക്കുന്നത് നെയ്പ്പത്തിലാണ്. കുറുമക്കറിയും ബീഫ് വരട്ടുമാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും ഉള്ളിയും ഒക്കെ ഒന്ന് കഴുകി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വെജിറ്റബിൾ കുറുമക്കറി ഉണ്ടാക്കുന്നത്. ചിക്കൻ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് ആദ്യമായിട്ടാണ്. ഉണ്ടാക്കി വന്നപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതൊന്നും പറയില്ല, ഞാനായിട്ട് ഉണ്ടാക്കിയ പൊക്കി പറയല്ല, അടിപൊളിയേനു. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അതാണ് കുറുമക്കറിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് വെള്ളയപ്പവും നെയ്പ്പത്തിലും കൂടി ഉണ്ടാക്കിയെടുക്കാൻ. ബീഫ് കറി ഉമ്മയാണ് ഉണ്ടാക്കുന്നത്, അമ്മ അതപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഗ്രീൻ പീസ് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് 2 വിസിലടിയുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഓരോരുത്തരുടെ കുക്കർ എങ്ങനെ വിസിലടിയുന്നു അതിനനുസരിച്ചുള്ള മാറ്റം വരും. ഒരു പാതി വേവാകുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിളും കൂടി അങ്ങ് ഇട്ടിട്ട് ഒന്നും കൂടി വിസിലടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങും ബീൻസും ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒരു വിസിലും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോഴേക്കും എല്ലാം ഒന്ന് വെന്തിട്ട് വരും. അങ്ങനെ ഇതാ വെജിറ്റബിളും ഗ്രീൻ പീസും നന്നായി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വറവിടാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയിലേക്ക് ഞാൻ വലിയ ജീരകവും പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ കൂടി നന്നായി അരച്ചെടുത്തിട്ട് നമ്മളിവിടെ വറവിട്ടിട്ടതാണ്. ഇനിയിപ്പോൾ ഇതാ വെള്ളയപ്പം ഒന്ന് ചുട്ടെടുക്കാം. എല്ലാത്തിൻ്റെയും കുഞ്ഞു കുഞ്ഞു പോർഷനാണ് കാണിക്കുന്നത്, ഇല്ലെങ്കിൽ വീഡിയോ വല്ലാണ്ട് ലെങ്തായി പോവും. പിന്നെ നെയ്പ്പത്തിലിന് ഉമ്മ അരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ വലിയ ജീരകവും ചെറിയ ഉള്ളിയും തേങ്ങയും കൂടിയിട്ട് ഒതുക്കിയിട്ടാണ് നമ്മൾ അരി അരച്ച് വെച്ചത്. അതിലേക്ക് കുറച്ച് മൈദയും കൂടി ഇട്ടിട്ട് ഒരു ഒത്ത ടൈറ്റാക്കി എടുത്തതാണ്. നല്ല ബോൾ പോലത്തെ നെയ്പ്പത്തിലാണ്. ഞാനീ പറഞ്ഞതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കാനും സിമ്പിളാണ്, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ്. കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു നെയ്പ്പത്തിൽ ചായൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഇതാ നെയ്പ്പത്തിലൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മദ്രസയിൽ നിന്ന് പാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തട്ട് പാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് ഇത് കൊടുത്തുവിടാം. 8:45 ആകുമ്പോഴത്തേക്കും നമുക്ക് മദ്രസയിൽ ചായ എത്തിക്കണം. അങ്ങനെയാണ് ഇവിടെ, കാരണം 9 മണിക്ക് മദ്രസ വിടും. ഇപ്പം തന്നെ 8:30 മണിയായി. അപ്പോൾ പെട്ടെന്നൊന്ന് ഇടാം കേട്ടോ. ഞാൻ ഒരു തട്ടിൽ വെള്ളയപ്പവും ഒരു തട്ടിൽ നെയ്പ്പത്തിലും പിന്നെ
ഒന്നും കൂടി 2 തട്ടിൽ നെയ്പ്പത്തിലും 1 തട്ടിൽ വെള്ളയപ്പവും പിന്നെ 1 ഗ്രീൻ പീസ് കറിയാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ സെപ്പറേറ്റ് നമ്മളൊരു പാത്രത്തിൽ ബീഫ് കറിയും കൂടി കൊടുത്തിട്ടുണ്ട്. ചായ കൊടുത്തുവിടാൻ അവിടുന്ന് ഫ്ലാസ്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് പെട്ടെന്ന് നമുക്ക് കൊടുത്തുവിടാം കേട്ടോ. അങ്ങനെ എന്താ പാത്രത്തിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കൊടുത്തുവിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. ചായ കുടിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി, കാരണം അത്രയും തിരക്കാണ് എന്നറിയാലോ. പോരാത്തല നമ്മളിന്ന് ഉച്ചക്ക് ഒരു സദ്യ ഉണ്ടാക്കാന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ഒട്ടും ലേറ്റാക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ മോളെ അംഗൻവാടിയിൽ കൊണ്ടാക്കി വന്ന് എന്നിട്ട് നമ്മൾ സദ്യക്കുള്ള പ്രിപ്പറേഷൻസാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ അവിയലിനുള്ള സാധനങ്ങളാണ് ഈ അരിഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. നമുക്ക് വിരുന്നുകാർ വരുന്ന ദിവസവും ഇങ്ങനെ ഉസ്താദന്മാർക്കൊക്കെ ഭക്ഷണം കൊടുക്കേണ്ട ദിവസവും രാത്രി വരെ വേറെ ഒരു പരിപാടിക്ക് സമയം ഉണ്ടാവില്ല. ശരിക്കും കുളിക്കുക, നിസ്കരിക്കുക, പിന്നെ ഇങ്ങനെ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുക, അങ്ങനത്തെ പരിപാടികളുള്ളത് കൊണ്ട് തന്നെ കിടക്കാനോ ഇരിക്കാനോ സമയം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാ ആദ്യം തന്നെ അവിയലിനുള്ള അരിഞ്ഞ് വെക്കാം. പിന്നെ പെങ്ങളെ മോളുണ്ടായിരുന്നു, ഇന്ന് ക്ലീനിങ് ഡ്യൂട്ടി അവൾക്കുള്ളതാണ്. അപ്പോൾ അത് അവൾ അപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ രാവിലെ തന്നെ അടിക്കലും തുടക്കലും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. പിന്നെ കുക്കിങ് ഫുള്ളൊന്നും എടുത്തിട്ടില്ല, ആക്കിയത് വീഡിയോ എടുക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആക്കിയുള്ളൂ. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ അരക്കാനും പിടിക്കാനും നുറുക്കാനൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ ക്യാമറ പിടിച്ച് നിൽക്കാനൊന്നും ഇന്ന് ടൈമില്ല. അപ്പം നമുക്ക് അവിയലിൽ നിന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ബാക്കിയും കൂടി ഒന്ന് ആക്കാം കേട്ടോ. അങ്ങനെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഇതാ നുറുക്കിയെടുത്തിട്ടുണ്ട്. ചേനയും കായും ഒക്കെ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവാൻ വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് മക്കളെ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. പുളിയിഞ്ചി കൂട്ടുകറി, ബീട്രൂട്ട് അച്ചാർ, പയറുപ്പേരി, പച്ചടി, സാമ്പാർ, പിന്നെ പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അവിയൽ, പിന്നെ പാലട പായസം. ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ. ഉസ്താദുമാർ വന്നു ഭക്ഷണം കഴിച്ചു. അവർക്ക് എന്നും ബീഫും ചിക്കനും മീനൊക്കെ ആയതുകൊണ്ട് ഇന്ന് പച്ചക്കറി ഇവിടെ ഫുള്ളായിട്ട് കണ്ടപ്പോൾ അവർക്കും നല്ല സന്തോഷമായിരുന്നു. കാരണം ദിവസവും നോൺ വെജ് കഴിക്കുമ്പോൾ ഇടയ്ക്കൊരു വെറൈറ്റി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാനും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഓര് പോയപ്പോൾ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചതാ പെട്ടെന്ന് റെഡിയായി പടിഞ്ഞാറത്തറ പോവാണ്. നാളെ മോൾക്ക് സ്കൂളിൽ കലോത്സവമാണ്. അപ്പോൾ അതിന് ഡാൻസും പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വ്ളോഗൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. രണ്ടാമത്തെ മോക്കും അംഗൻവാടിയിൽ പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് മുണ്ടും ഷർട്ടും ഒക്കെ വാങ്ങണം. അങ്ങനെ ഞാനും മോനും ഹസ്ബൻഡും കൂടിയിട്ട് ഒന്ന് പടിഞ്ഞാറത്തറ ടൗണിൽ വരെ ഒന്ന് പോയതാണ്. പിന്നെ അതൊക്കെ സാധനമൊക്കെ വാങ്ങി ഇതാ വൈകുന്നേരം 4 മണിയായപ്പോൾ തിരിച്ചെത്തി. 3 മണിക്ക് പോയി 4 മണിക്ക് തിരിച്ചു വന്നു. ആൾക്ക് പണിക്ക് പോകേണ്ടതുകൊണ്ട് ചടപടേ എന്നെല്ലാം കഴിച്ചു. നമുക്കും വന്നിട്ട് കാര്യമായി പണിയുള്ളത് കൊണ്ട് കുറച്ച് നേരം അങ്ങനെ തിരിഞ്ഞെടുക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. വ്ളോഗ് എടുക്കാനും അവിടെ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വന്നതിന് ശേഷം ഇനിയിപ്പം രാത്രിക്കേക്ക് ചപ്പാത്തിയും ഓട്ടുവത്തിൽ ചിക്കൻ ഫ്രൈ, പുഴുക്ക്, അതായത് കപ്പപ്പുഴുക്ക്, പിന്നെ ചിക്കൻ വറുത്തരച്ച കറി. ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാനിപ്പം മിക്സിയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഷവായി ചിക്കൻ്റെ ആ ഒരു മോഡൽ രീതിക്കാണ് ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇതാ 2 വട്ടൽമുളക്
മിക്സിയിലിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി അവിടെ വെക്കുക. അത് അവിടെ നിന്ന് സെറ്റാകുമ്പോഴത്തേക്ക് തക്കാളി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ചെറിയ ജീരകം, ഇതൊക്കെ ഇട്ടിട്ട് ഗരം മസാല, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മുടെ ചിക്കനിലേക്ക് ഇത്തിരി ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചാൽ ഒരു 1-2 മണിക്കൂർ അത് അവിടെ നിന്ന് അരപ്പ് പിടിക്കട്ടെ. അത് അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇനിയിപ്പോൾ ഇതാ ഇവിടെ ഓട്ടുവത്തിൽ ഉമ്മ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ പൊരിച്ച് വെക്കാമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോഴേക്കും ഏകദേശം ഒരു മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാനുണ്ട്. അത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. ഇതാ ചിക്കൻ പൊരിച്ചെടുക്കാം. ഇനി ചിക്കനൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു കൂട്ട് മസാല വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. പുഴുക്ക്, ചപ്പാത്തി, ചിക്കൻ ഫ്രൈ, ചിക്കൻ തേങ്ങ അരച്ച് കറി വെച്ചത്, പിന്നെ ഓട്ടുവത്തിൽ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഉസ്താദുമാർ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോയതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നേക്കും ബൈ ബൈ.